എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ICMR സീക്സ് ടു പ്രൊവൈഡ് ഓറൽ ഫോർമുലേഷൻ ഫോർ ഹൈഡ്രോക്സിറിയ ടു ട്രീറ്റ് സിക്കിൾ സെൽ ഡിസീസ്. അപ്പോൾ സിക്കിൾ സെൽ ഡിസീസ് എന്താണെന്ന് നോക്കും, ഹൈഡ്രോക്സിറിയ എന്താണെന്ന് നോക്കും. അപ്പോൾ നമ്മൾ സയൻസ് ആൻഡ് ടെക് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്, ഡിസീസസ് ഒക്കെ ആയിട്ട് പെടുന്ന ന്യൂസാണ്. പിന്നെ ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ കുറിച്ച് ഉള്ളൊരു ന്യൂസാണ്. നെക്സ്റ്റ് JWST സ്പോട്സ് ഓൾഡസ്റ്റ് ഗാലക്സി യെറ്റ് ഫ്രം കോസ്മിക് ഡോൺ. അപ്പോൾ ഒരു യൂണിവേഴ്സിൻ്റെ ഒറിജിനെ കുറിച്ചൊക്കെ ഉള്ളൊരു സിഗ്നിഫിക്കൻറ്റ് ഡിസ്കവറിയാണിത്. അപ്പം ഇതും GS3 സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഡെലിക്കേറ്റ് ബാലൻസിങ് ഓഫ് ഹെൽത്ത് കെയർ കോസ്റ്റ്. ഇത് എഡിറ്റോറിയലിലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇത് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിസ്സിംഗ് ഇൻ മാനിഫെസ്റ്റോസ് ചിൽഡ്രൻ ഇഷ്യൂസ്. അപ്പം നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മാനിഫെസ്റ്റോസിൽ പിള്ളേരുടെ ഇഷ്യൂസിനെ റിലേറ്റഡ് ആയിട്ട്, അവരുടെ ന്യൂട്രീഷൻ ആകട്ടെ, അവരുടെ എഡ്യൂക്കേഷൻ ആകട്ടെ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ തൊട്ട് താഴെയുള്ള ഒരു ന്യൂസാണ്. അതാണ് ഓക്കെ. അതും GS2 സോഷ്യൽ ജസ്റ്റിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ICMR സീക്സ് ടു പ്രൊവൈഡ് ഓറൽ ഫോർമുലേഷൻ ഓഫ് ഹൈഡ്രോക്സിറിയ ടു ട്രീറ്റ് സിക്കിൾ സെൽ ഡിസീസ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി കാണും. ICMR എന്ന് പറയുന്നത് എന്താ, ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രം എലിജിബിൾ ഓർഗനൈസേഷൻ ഫോർ ദ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് എ ലോ ഡോസ് ഓർ പീഡിയാട്രിക് ഓറൽ ഫോർമുലേഷൻ ഓഫ് ഹൈഡ്രോക്സിറിയ ടു ട്രീറ്റ് സിക്കിൾ സെൽ ഡിസീസ് ഇൻ ഇന്ത്യ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കറണ്ട് ചാലഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് പറയുന്നത് മോസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഇൻ ഇന്ത്യ മാർക്കറ്റ് ചെയ്യുന്നത് 500 mgയുടെ ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ 200 mgയുടെ മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ്സ് ആണ് ഹൈഡ്രോക്സിറിയയ്ക്ക് അവർ ചെയ്യുന്ന ടാബ്ലറ്റ്സ്. അപ്പോൾ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ഈ ഹൈഡ്രോക്സിറിയയ്ക്കുള്ള ചാലഞ്ച് എന്ന് പറയുന്നത് സസ്പെൻഷൻ ഫ്രം എഫക്റ്റീവ് യൂസ് ഓഫ് പീഡിയാട്രിക് പേഷ്യൻസ് ആണ്. ഓക്കെ. സിക്കിൾ സെൽ ആൻഡ് ഹൈഡ്രോക്സിറിയ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, സിക്കിൾ സെൽ എന്ന് പറയുന്നത് ഡിസീസ് മോസ്റ്റ് കോമൺ മോണോജനിക് ഡിസോർഡേഴ്സ് ആണ് ഹീമോഗ്ലോബിനിലുള്ള. ഹൈഡ്രോക്സിറിയ എന്ന് പറയുമ്പോൾ ഒരു മെലിനോ സപ്രസീവ് ഏജൻ്റ് ആണ്. ഈസ് ആൻ എഫക്റ്റീവ് ഡ്രഗ് ഫോർ ട്രീറ്റിംഗ് പേഷ്യൻസ് വിത്ത് സിക്കിൾ സെൽ ഡിസീസ് ആൻഡ് തലമേസിയ. അപ്പോൾ നമ്മൾ സിക്കിൾ സെൽ ഡിസീസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് നോക്കും. ഹൈഡ്രോക്സിറിയ അതെന്താണെന്ന് കൂടി നമ്മൾ നോക്കാം. അപ്പോൾ സിക്കിൾ സെൽ ഡിസീസ് SCD എന്ന് പറയുന്നത് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഹെറിറ്റഡ് റെഡ് ബ്ലഡ് സെൽ ഡിസോർഡേഴ്സ് ആണ്. RBCs കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ് എന്താണ് നമുക്ക് ആ ഒരു റെഡ് കളർ കൊടുക്കുന്നത് ബ്ലഡ് സെൽസിന്. എ പ്രോട്ടീൻ ദാറ്റ് ക്യാരീസ് ഓക്സിജൻ ആൻഡ് ഹെൽത്തി RBCs ആർ റൗണ്ട്. ഇൻ കേസ് ഓഫ് സിക്കിൾ സെൽ ഡിസീസ് ദ ഹീമോഗ്ലോബിൻ ഈസ് അബ്നോർമൽ. അപ്പം നമുക്കറിയാം RBC എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ സിക്കിൾ സെൽ ഡിസീസ് വന്നു കഴിയുമ്പോഴേക്ക് ഇതിങ്ങനെ ആയി മാറും, ആ ഇത് ചുരുങ്ങിപ്പോവും. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സിക്കിൾ ആയിട്ടുള്ളൊരു, സിക്കിൾ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ വാക്കത്തി പോലത്തെ സാധനമില്ല, അപ്പോൾ അതിൻ്റെ വാ പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ സിക്കിൾ സെൽ എന്ന് പറയുന്ന രീതിയിൽ അതിന് പേര് വന്നത്. ഓക്കെ. ഹീമോഗ്ലോബിൻ ഈസ് അബ്നോർമൽ വിച്ച് കോസസ് ദ RBCs ടു ബിക്കം ഹാർഡ് ആൻഡ് സ്റ്റിക്കി ആൻഡ് ലുക്ക് ലൈക്ക് C-ഷേപ്ഡ് ഫാം ടൂൾ കോൾഡ് സിക്കിൾ. ഓക്കെ. അപ്പോൾ സിംറ്റംസ് എന്ന് പറയുന്നത് സിംറ്റംസ് ഓഫ് സിക്കിൾ സെൽ ഡിസീസ് ക്യാൻ വേരി, ബട്ട് സം കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, ക്രോണിക് അനീമിയ ഉണ്ട് ലീഡിങ് ടു ഫറ്റീഗ്, വീക്ക്നെസ്സസ് ആൻഡ് പെയിൽനെസ്. അതായത് എന്താ, സഡൻ ആൻഡ് ഇൻറ്റൻസ് പെയിൻ വരും ബോൺസിൽ, ചെസ്റ്റ്, ബാക്ക് ഏരിയാസിലൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് ഉള്ള പെയിനും അതുപോലെ തന്നെ വീക്ക്നെസ്, പെയിൽനെസ്സും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വരും. ഒരു ഫീവർ വരുന്ന പോലെ തന്നെ അതിൻ്റെ സിംറ്റംസ് വരും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആണ്. നമുക്കറിയാം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോഴേക്കും ഈ നല്ല RBCs കയറും, ചീത്ത എടുത്ത് കളയും. അപ്പോൾ അങ്ങനെയുള്ള ഇത് വരുമ്പോഴേക്കും അനീമിയയ്ക്കൊരു ഇടക്കാലം ഒരു ആശ്വാസം കിട്ടും. ഓക്കെ. ഹൈഡ്രോക്സിറിയ എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. ഇറ്റ് ഈസ് എ മെഡിക്കേഷൻ ദാറ്റ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ഫ്രീക്വൻസി ഓഫ് പെയിൻഫുൾ എപ്പിസോഡ്സ് ആൻഡ് പ്രിവെൻറ്റ് സം ഓഫ് ദ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ഡിസീസ്. ഓക്കെ. ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ബൈ ബോൺ മാരോ അല്ലെങ്കിൽ എന്താണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷനിലും ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ നമ്മൾ മെയിൻസിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ, സിക്കിൾ സെൽ ഡിസീസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇതിനെക്കുറിച്ചുള്ള ഇനിഷ്യേറ്റീവ് ബേസ് ചെയ്തിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇനിഷ്യേറ്റീവ്സിൻ്റെ പേര് എഴുതാനായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗവൺമെൻറ് റിലീസ് ടെക്നിക്കൽ ഓപ്പറേഷൻ ഗൈഡ് ലൈൻസ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സിക്കിൾ സെൽ അനീമിയ ഇൻ 2016. സ്റ്റേറ്റ് ഹീമോഗ്ലോബിനോപ്പതി മിഷൻ
അത് മധ്യപ്രദേശാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടു അഡ്രസ് ചാലഞ്ചസ് ഇൻ സ്ക്രീനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ ഡിസീസ്. പിന്നെ അനാമിൻ മുക്ത് ഭാരത് സ്ട്രാറ്റജി, അത് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവാണ്. ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതായിരുന്നു, അതൊരു ഏർലിയസ്റ്റ് നോൺ ഗാലക്സി നോൺ ആസ് ജെയ്ഡ്സ് GS-Z14-0, അത് ഒരു 290 മില്യൺ ഇയേഴ്സ് മുമ്പ് ഫോം ചെയ്തതാണ് ബിഗ് ബാങ്ങിന് ശേഷം. അപ്പം വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഗാലക്സീസ് ആണ്, അത് ഡിസ്കവർ ചെയ്തു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് ചിലപ്പോൾ ആ പേര് ചോദിക്കും. ജെയ്ഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ജെയ്ഡ്സ് GS-Z14 എന്ന് പറയുന്ന എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിക്കുവാണെങ്കിൽ അതൊരു ഗാലക്സിയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ ആ പെർസ്പെക്റ്റീവിൽ. പിന്നെ നമുക്ക് വരുന്നത് ജെയിംസ് വെബ് ടെലിസ്കോപ്പ്, സ്പേസ് ടെലിസ്കോപ്പ് എന്താണ് എന്നാണ് ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ ചോദിക്കാൻ പറ്റുന്നത്. അപ്പോൾ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷനാണ്. നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും പിന്നെ കാനഡിയൻ സ്പേസ് ഏജൻസി. ഇപ്പോൾ 3 പേരുണ്ട് ഇതിനകത്ത് കൊളാബറേഷനിൽ. നാസയുണ്ട്, യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉണ്ട്, പിന്നെ കാനഡിയൻ സ്പേസ് ഏജൻസി ഉണ്ട്. ഓക്കെ, ഇത് 2021 ഡിസംബറിലാണ് ലോഞ്ച് ചെയ്തത്. ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ ഇൻഫ്രാറെഡ് സ്പേസ് ടെലിസ്കോപ്പാണ്. അത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന് സക്സസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടെലിസ്കോപ്പ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഹബിൾ ടെലിസ്കോപ്പ് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു ടെലിസ്കോപ്പാണ്. അപ്പം അതിന് ശേഷം വന്ന സ്പേസ് ടെലിസ്കോപ്പാണ് ഈ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ടെലിസ്കോപ്പിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും ഇത് സൺ എർത്ത് L2 ലെഗ്രാൻഡെ പോയിന്റിലാണ്. അപ്രോക്സിമേറ്റ്ലി 1.2 മില്യൺ കിലോമീറ്റർ ബിയോണ്ട് എർത്ത് ഓർബിറ്റിലാണ് ഇത് ചെയ്യുന്നത്. ലെഗ്രാൻഡെ പോയിന്റ് എന്ന് പറയുന്നത് 5 പോയിന്റ്സ് ഇൻ ദ ഓർബിറ്റൽ പ്ലെയിൻ ഓഫ് ദ എർത്ത് സൺ സിസ്റ്റമാണ്, വെയർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് 2 ബോഡീസിൻ്റെയും ക്യാൻസൽ ആയി പോകും. അപ്പം ലെഗ്രാൻഡെ പോയിന്റ് ജസ്റ്റ് ബ്രീഫ്ലി അറിഞ്ഞാൽ മതി. നമ്മൾ ഈ സാറ്റലൈറ്റിൻ്റെ പൊസിഷനിങ് ഒക്കെ വരുന്ന ആ ലെഗ്രാൻഡെ പോയിന്റ്സിലായിരിക്കും. ഓക്കെ, പ്രൊവൈഡിങ് സ്റ്റെബിലിറ്റി ഫോർ ഒബ്ജക്ട്സ് ടു ബി പ്ലേസ്ഡ് ദെയർ. അപ്പോൾ ഇതിൻ്റെ കേപ്പബിലിറ്റീസ് എന്താണ്? സീ ബാക്ക്വേർഡ്സ് ഇൻ ടൈം for just after the Big Bang by detecting galaxies that are extremely distant with light traveling for billions of years to reach out our telescopes. ഓക്കെ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു? ഈ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ. ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പിൻ്റെ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. ഓക്കെ, അപ്പം അതിന് കോൾഡ് സൈഡും ഉണ്ട്, ഹോട്ട് സൈഡും ഉണ്ട്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ചോദിക്കത്തൊന്നുമില്ല. ഓക്കെ, കാറ്റഗറൈസ്ഡ് ഇൻറ്റു 4 മെയിൻ തീംസ് ആണ് ഇവരുടെ ഗോൾസ് എന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒബ്സർവിങ് ദ ഫസ്റ്റ് സ്റ്റാർസ് ആൻഡ് ഗാലക്സീസ് ഫോമിങ് ഇൻ ദ ഏർലി യൂണിവേഴ്സ് അറൌണ്ട് 13.5 ബില്യൺ ഇയേഴ്സ് ഒക്കെ. പിന്നെ കമ്പയറിംഗ് ദ ഏർലിയസ്റ്റ് ഗാലക്സീസ് ടു ടുഡേസ് ഗ്രാൻഡ് സ്പൈറൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗാലക്സി അസംബ്ലി ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ്. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ബർത്ത് ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്ററി സിസ്റ്റംസ്. നാലാമത്തേന്ന് പറയുന്നത് സ്റ്റഡിങ് ദ അറ്റ്മോസ്ഫിയേഴ്സ് ഓഫ് എക്സ്ട്രാ സോളാർ പ്ലാനറ്റ്സ് ടു പൊട്ടൻഷ്യലി ഡിസ്കവർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എൽസ്വെയർ ഇൻ ദ യൂണിവേഴ്സ്. ഓക്കെ, അതാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ കുറിച്ചൊരു ബേസിക് ആയിട്ട് ഐഡിയ. നിങ്ങൾ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നാസ, അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി, കാനഡിയൻ സ്പേസ് ഏജൻസി, ഈ 3 പേരും തമ്മിലുള്ള കൊളാബറേഷനിലാണ് ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് വന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന ടെലിസ്കോപ്പിൻ്റെ പേര് ഹബിൾസ് ടെലിസ്കോപ്പ് എന്നായിരുന്നു. അതാണ് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് വരേണ്ടത്. പിന്നെ ഒബ്ജക്റ്റീവ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ 4 തീം പറഞ്ഞാൽ മാത്രം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് എഡിറ്റോറിയലിലുള്ള ന്യൂസാണ് ദ ഡെലിക്കേറ്റ് ബാലൻസിങ് ഓഫ് ഹെൽത്ത് കെയർ കോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹെൽത്ത് കെയർ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. ഈവൻ തോ നമ്മൾ ഇൻ്റർനാഷണലി നോക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഭയങ്കര ചീപ്പാണെങ്കിലും ഇവിടെയുള്ള ലോക്കൽ സിറ്റിസൺസിന്, അതായത് നമ്മുടെ ഒരു ലോക്കൽ പോപ്പുലേഷന് ഒരിക്കലും ഇത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇന്ത്യൻ ഹെൽത്ത് കെയർ ലാൻഡ്സ്കേപ്പ് ഇറ്റ് ഫേസിങ് challenges due to rising health disparities and uneven access to medical services. അപ്പോൾ cost considerations are increasingly influencing service delivery and patient care. Okay, the need for equitable and sustainable healthcare policies is more urgent than ever. Okay, അപ്പോൾ ഇതിൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യലൈസ്ഡ് സെൻറ്റേഴ്സ് ആണ്. ഇത് ആക്ച്വലി നമുക്കറിയാം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ സാധാരണ ആൾക്കാർക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് കമ്മീഷൻ ഇൻ്റർനാഷണൽ ആൻഡ് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഗ്രൂപ്പ്സ് ഹാവ് എംബ്രേസ്ഡ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ടു എൻഹാൻസ് പേഷ്യൻ്റ് ഔട്ട്കംസ്. ഓക്കെ, അവിടെ സർവീസസ് ഭയങ്കര നല്ലതാണ്. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ഹെവിലി ഇൻ ടോപ്പ് ടയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അഡ്വാൻസ് ടെക്നോളജീസ് എനേബിളിംഗ് ടെലിമെഡിസിൻ ആൻഡ് റിമോട്ട് കെയർ
ഇൻ്റഗ്രേഷൻ. ഓക്കെ, ടെലിമെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചില ഹോസ്പിറ്റൽസിൽ കേരളത്തിലുണ്ട്, നമുക്ക് ഫോൺ കോളിലൂടെ ഡോക്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, അവിടുന്ന് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ക്യാപ്സ് ആൻഡ് ക്വാളിറ്റി ഇന്നോവേഷൻ ആണ്. സുപ്രീം കോർട്ട് ഈസ് ഡെലിബറേറ്റിംഗ് എ സ്റ്റാൻഡർഡൈസിങ് മെഡിക്കൽ പ്രൊസീജിയർ റേറ്റ്സ് അക്രോസ് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. അപ്പോൾ ഇമ്പോസിങ് വൺ സൈസ് ഫിറ്റ്സ് ഓൾ പ്രൈസ് ക്യാപ്സ് കുഡ് അണ്ടർമൈൻ ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് സ്ലോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ടെക്നോളജി. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൈസ് ക്യാപ്പ് എല്ലാത്തിനകത്തും, ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ എല്ലാവർക്കും ഒരേ റേറ്റ് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ അതിൽ കൊടുക്കുന്ന ക്വാളിറ്റിക്ക് ചിലപ്പം പ്രശ്നം വരാം എന്നുള്ളൊരു കൺസേൺ ഉണ്ട്. വാല്യൂ ബേസ്ഡ് പ്രൈസിങ് അടയ്ക്കണം, വെയർ പേയ്മെൻറ്റ്സ് റിഫ്ലക്ട് ഹെൽത്ത് ഔട്ട്കംസ് റാദർ ദാൻ സർവീസ് വോളിയം. അതായിരിക്കണം ഒരു സൊല്യൂഷൻ. അതായത് കുറേ പേർക്ക് നമുക്കിങ്ങനെ ജസ്റ്റ് സർജറിയോ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നതിലല്ല, ആ ചെയ്യുന്ന സർജറിയിലുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അതിലുള്ള ഹെൽത്ത് ഔട്ട്കംസ് ഫോക്കസ് ചെയ്തായിരിക്കണം ഇതിൻ്റെ പേയ്മെൻറ്റ്സ് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ആൻഡ് ഡൈനാമിക് പ്രൈസിങ് മോഡൽസ് എന്ന് പറയുമ്പോഴേക്കും ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ടുവരണം, ഹെൽത്ത് കെയർ ഡിസ്പാരിറ്റീസ് കുറയ്ക്കണം, കുറച്ചുകൂടി ഇൻക്ലൂസീവ് ഹെൽത്ത് കെയർ, ഇത് കീവേഡ്സ് ആണ്. ഇതിനകത്ത് ആഡ് ചെയ്യണം. ഡൈനാമിക് പ്രൈസിങ് മോഡൽസ് ദാറ്റ് അഡ്ജസ്റ്റ് ബേസ്ഡ് ഓൺ മെഡിക്കൽ കോംപ്ലക്സിറ്റി ആൻഡ് പേഷ്യൻസ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്. അതായത് ഒരു പേഷ്യൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഡൈനാമിക് പ്രൈസിങ് മോഡൽസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഒരു തായ്ലാൻഡിൻ്റെ ടയേർഡ് പ്രൈസിങ് സിസ്റ്റം നമുക്ക് വേണേൽ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. കൺസിഡറിങ് ദ പേഷ്യൻസ് ഇൻകം ലെവൽസ് ആൻഡ് മെഡിക്കൽ നെസസിറ്റി കുഡ് സെർവ് ആസ് എ മോഡൽ ഫോർ ഇന്ത്യ. ലീഗൽ ആൻഡ് റെഗുലേറ്ററി ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ മാനേജിങ് ഹെൽത്ത് കെയർ കോസ്റ്റ് എഫക്റ്റീവ്ലി demands legislative reform tailored to local demographic and economic conditions. States such as Rajasthan and Tamil Nadu have advocated for robust legal frameworks to navigate rate fixation issues successfully. അപ്പം ഇതിലുള്ള എക്കണോമിക് ഡിസ്പാരിറ്റി നമ്മൾ സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം, എല്ലാവർക്കും വേണ്ടി ഹെൽത്ത് കെയർ പ്രോപ്പറായിട്ട് കൊണ്ടുവരണം. പിന്നെ വരുന്നത് ഒരു തായ്ലാൻഡിൻ്റെ ടയർ വൈസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ് മോഡൽ നമുക്ക് ഫോളോ ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന സജഷൻ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഇൻ ഹെൽത്ത് കെയർ. ഓക്കെ, ടെക്നോളജി ഈസ് റെവല്യൂഷനൈസിങ് ഹെൽത്ത് കെയർ, മേക്കിംഗ് ഡയഗ്നോസിസ് ഫാസ്റ്റർ ആൻഡ് മോർ ആക്യുറേറ്റ്, ഇംപ്രൂവിങ് കെയർ കോർഡിനേഷൻ. അപ്പോൾ ടെലിമെഡിസിൻ ഇനിഷ്യേറ്റീവ്സ് എന്താണ്, ഹോസ്പിറ്റൽ വിസിറ്റ്സ് കുറയ്ക്കുന്നുണ്ട്, മെഡിക്കൽ കെയർ കുറച്ചുകൂടെ ആക്സസിബിൾ ആക്കാൻ പറ്റും. ഓക്കെ, മൊബൈൽ ഹെൽത്ത് ആപ്സ് അതുപോലെ തന്നെ വെയറബിൾ ഡിവൈസസ് ഈസ് ക്രൂഷ്യൽ ഇൻ മാനേജിങ് ക്രോണിക് കണ്ടീഷൻസ് ഔട്ട്സൈഡ് ഹോസ്പിറ്റൽസ്. പിന്നെ ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള പോളിസീസും സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റും വേണം. നമ്മളിപ്പം പറഞ്ഞു ഒരു ലീഗൽ ഫ്രെയിംവർക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ എല്ലാവരെയും ഇപ്പം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരണം, പേഷ്യൻസിൻ്റെ സേ വേണം, അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ സേ വേണം. അവരെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് വേണം ഈ ഫ്രെയിംവർക്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ. എൻഗേജിങ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഈസ് എസെൻഷ്യൽ ടു ക്രാഫ്റ്റ് എഫക്റ്റീവ് സസ്റ്റൈനബിൾ പോളിസീസ്. അപ്പോൾ ഇതിലെ റെക്കമെൻഡേഷൻസ് എന്താണ്? ആദ്യത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് പൈലറ്റ് പ്രോജക്ട്സ് ഇൻ സെലക്ട് ഡിസ്ട്രിക്ട്സ് ടു ഗേജ് ദ ഇമ്പാക്ട് ഓഫ് റേറ്റ് ക്യാപ്സ് ഓൺ ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ഇന്നോവേഷൻ. രണ്ടാമത്തേന്ന് പറയുന്നത് അലോക്കേറ്റ് ഗവൺമെൻറ് സബ്സിഡീസ് ടു സപ്പോർട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പിന്നെ എസ്റ്റാബ്ലിഷ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്സ് ടു ഇൻറ്റഗ്രേറ്റ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ഇൻ പബ്ലിക് ഹോസ്പിറ്റൽസ്, എൻഷുറിംഗ് വൈഡ് സ്പ്രെഡ് ആക്സസ് ടു അഡ്വാൻസ്ഡ് ഹെൽത്ത് കെയർ സൊല്യൂഷൻസ്. അപ്പം ഇത്രയുമാണ് ഇതിനകത്ത് റെക്കമെൻഡേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് എക്കണോമിക് ഡിസ്പാരിറ്റി പറയുന്നുണ്ട്, പിന്നെ നമുക്ക് ഹെൽത്ത് കെയറിലുള്ള പ്രൈസിങ്ങിൻ്റെ കാര്യം, അതാണ് എക്കണോമിക് ഡിസ്പാരിറ്റിയുടെ സെയിം സാധനം തന്നെയാണ് പറയുന്നത്. പിന്നെ പോളിസി മേക്കിങ്ങിൽ സ്റ്റേക്ക് ഹോൾഡർ ഇൻവോൾവ്മെൻറ്റ് വരുന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു ചാലഞ്ചസ് നമുക്ക് പറയുന്നത്. പിന്നെ ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് ഈ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കിത് ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യാം. പിന്നെ കൺക്ലൂഷൻ വരുമ്പോഴേക്കും ബാലൻസിങ് ആക്സസ്, ഇന്നോവേഷൻ ആൻഡ് അഫോർഡബിലിറ്റി ഇൻ ഹെൽത്ത് കെയർ ഇസ് ഡെലിക്കേറ്റ് ബട്ട് ഇമ്പെറേറ്റീവ് ആസ് ഇന്ത്യ ആസ്പയർസ് ടു ബി എ ഗ്ലോബൽ ഹെൽത്ത് കെയർ ലീഡർ, ഫോസ്റ്ററിങ് ആൻ എൻവയോൺമെൻറ്റ് conducive to innovation while ensuring equitable access to quality healthcare is crucial. Prioritizing the well-being of every individual and leveraging technology to bring down healthcare cost for every citizen is essential. അപ്പോൾ ഇതിൽ ആക്ച്വലി എന്താണ്, ഇപ്പോൾ ഒരു കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ നമുക്കിതിൽ സിറ്റിസൺസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റൈസിങ് വെൽബീങ് ഓഫ് എവറി സിറ്റിസൺ ആൻഡ് ലെവറേജിങ് ടെക്നോളജി. ആ ഒരു ടെക്നോളജി ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു സിറ്റിസണിൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനോ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാം. അപ്പോൾ ആ രീതിയിൽ വേണം ഇന്ത്യ ഒരു ഗ്ലോബൽ ലീഡർ ഇൻ ഹെൽത്ത് കെയർ ആകാനായിട്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്
ഇതൊരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് ഉള്ളൊരു ആർട്ടിക്കിൾ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ആ ഒരു ഇതെടുത്തതെന്ന് കാരണം വെച്ചാൽ നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടും പിന്നെ ചൈൽഡ് കെയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയതുകൊണ്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് മാനിഫെസ്റ്റോസ് ഓരോ പാർട്ടീസിനെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ അത് ഒത്തിരി ഫോളോ ചെയ്യണ്ട. ജസ്റ്റ് അത് മെൻഷൻ ചെയ്യാൻ ആൻസറിൽ എഴുതാനൊന്നുമില്ല, ജസ്റ്റ് അത് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് അതിനകത്ത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് ചൈൽഡ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ് അക്കൗണ്ടിങ് ടു അബൌട്ട് 30% ഓഫ് ഇറ്റ്സ് ടോട്ടൽ പോപ്പുലേഷൻ. However, children's interests are often overlooked during elections, and political parties fail to prioritize their welfare in their manifestos. അപ്പോൾ with the nation's future at stake, it is crucial to examine the promises made by major political parties regarding child nutrition, education, health care. അപ്പം ഒരു ചൈൽഡിൻ്റെ, അപ്പോൾ നമുക്കറിയാം 30% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ചൈൽഡാണ്, അല്ലെങ്കിൽ ചിൽഡ്രൻ ആണ്. അപ്പോൾ അവരുടെ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ അവരുടെ ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ, ഇതൊന്നും മേജർ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മാനിഫെസ്റ്റോസിൽ വന്നിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഇവർ മീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാനിഫെസ്റ്റോസിൻ്റെ നമ്മൾ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓരോ നോക്കിയായിരുന്നു. അതിൽ നമ്മൾ ഹെൽത്ത് കെയറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, പിന്നെ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് ചിൽഡ്രൻ, പിന്നെ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ വേഗമായിട്ടാണ് ആൾക്കാർ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലൊരു ന്യൂസാണിത്. ഇതിൽ ചിൽഡ്രനിനെ, അല്ലെങ്കിൽ പിള്ളേരുടെ ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷനെ കുറിച്ചുള്ള മാനിഫെസ്റ്റോ ആണ്. അത് എങ്ങനെയാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്, അത് എന്താണ് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ച് ബി ജെ പി മാനിഫെസ്റ്റോ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, പ്രോമിസസ് ടു സ്ട്രെങ്തൻ PM Sri സ്കൂൾസ്, ഏകലവ്യ സ്കൂൾസ് ആൻഡ് അതർ സച്ച് സ്കൂൾസ് as per National Education Policy 2020, aims to work towards 100% gross enrollment rate from pre-school to secondary level, but lacks concrete steps to achieve this. അതായത് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഇതെങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് പറയുന്നില്ല. കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ആണെങ്കിൽ പ്രോമിസസ് ടു അമെൻഡ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ടു മേക്ക് എഡ്യൂക്കേഷൻ ഫ്രം ക്ലാസ് 1 to 8 compulsory and free, but fails to acknowledge the importance of extending it to primary. ഓക്കെ, ഓഫേഴ്സ് ഫൈനാൻഷ്യൽ സപ്പോർട്ടാണ്, സ്കോളർഷിപ്സ്, അതുപോലെ തന്നെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. CPIM മാനിഫെസ്റ്റോ വരുമ്പോഴേക്കും പ്രോമിസസ് ടു എക്സ്പാൻഡ് RTE ആക്ട് ഫ്രം 3 to 18 years. ജസ്റ്റ് ഇങ്ങനെയൊരു വേഗ് പ്രോമിസസ് ആണ്, ഒരു സ്ട്രക്ചറാണ് പറയുന്നത്. പക്ഷേ എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടീസ് പറയുന്നില്ല എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് കെയർ വരുമ്പോഴേക്കും promises to focus on eliminating malnutrition among tribal children but lacks concrete measures. Concrete manifesto വരുമ്പോഴേക്കും promises to address nutritional deficiency among children but lacks specific plans. Assures expansion of midday meal scheme up to class 12. Okay, promises to ensure full immunization of children within 5 years. But DMK manifesto വരുമ്പോഴേക്കും commits to budgetary allocation to ensure complete healthcare during first 1000 days of a child's development. Prioritize mental health. പിന്നെ promises expansion of Chief Minister's breakfast scheme for children to aided schools. CPM manifesto വരുമ്പോഴേക്കും commits to the universalization of integrated child development services scheme cover all children from 0 to 6 years. Assures complete coverage of basic services such as immunization and regular health checkups for all children. ഓക്കെ, അപ്പം ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു മാനിഫെസ്റ്റോയുടെ ഡീറ്റെയിൽസ് പറഞ്ഞതിൻ്റെ, ഇത് എഡിറ്റോറിയലുള്ള കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞതിൻ്റെ കാര്യം റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് വേണം എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വ്യൂ പോയിന്റ് അബൌട്ട് ചൈൽഡ് കെയർ. ഓക്കെ, എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വ്യൂ പോയിന്റ് അബൌട്ട് വുമൺ എംപവർമെൻറ്റ്. ഓക്കെ, അത് നമ്മളൊരു ബേസിക് സിറ്റിസൺ, അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് ഉള്ള ഒരു സിറ്റിസൺ ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ മാനിഫെസ്റ്റോയിൽ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ നീഡ് എന്താണ്, അല്ലെങ്കിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ഒരു ബ്യൂറോക്രാറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ബേസിക്കായിട്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അറിയണമല്ലോ ഇന്ന പാർട്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു റൈറ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും അവരുടെ ഒരു വ്യൂ പോയിന്റ് എന്താണ് എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, മാനിഫെസ്റ്റോസ് കുഡ് ഹാവ് അഡ്രസ് ചിൽഡ്രൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, അഷ്വറിംഗ് ദ സേഫ്റ്റി ഇൻ ഓൺലൈൻ സ്പേസസ്, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ടു പ്രിവെൻറ്റ് ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ. ചിൽഡ്രൻ ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് റാദർ ദാൻ ബീങ് ക്ലബ്ഡ് ആസ് വുമൺ ഓർ യൂത്ത്. പിന്നെ ഇതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുമ്പോഴേക്കും പൊളിറ്റിക്കൽ പാർട്ടീസ് മസ്റ്റ് പ്രയോറിറ്റൈസ് എഡ്യൂക്കേഷൻ, ചൈൽഡ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് in their manifestos, while voters should assess the vision and seriousness of the
പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ സേഫ് ഗാർഡിങ് ദ ഫ്യൂച്ചർ ഓഫ് ദ ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതുപോലെ മാനിഫെസ്റ്റോസ് ഉണ്ടാക്കുമ്പോഴേക്കും ചിൽഡ്രൻ്റെ ഹെൽത്ത് കെയറും അങ്ങനത്തെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അവരെ വുമൺ ആൻഡ് യൂത്ത് എന്ന രീതിയിൽ ക്ലബ് ചെയ്യാതെ അവർക്ക് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കൊടുത്തിട്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം 30% ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 30% ഓഫ് ദ പോപ്പുലേഷൻ ചിൽഡ്രൻ ആണ്. അപ്പം ഇപ്രാവശ്യത്തെ DNA നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് പ്രിലിംസ് പെർസ്പെക്റ്റീവിലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് സ്ട്രക്ചറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അതിൽ കുറച്ച് ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.